നമസ്കാരം. 2025 ജൂലൈ 5 ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നിർണായക ദിവസമാണെന്ന തരത്തിലേക്കുള്ള വലിയ വാർത്തകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. കാരണം ജപ്പാനിൽ ഒരു വലിയ ദുരന്തമുണ്ടാകുമെന്നാണ് കോമിക് ബുക്കുകളുടെയും ഗ്രാഫിക് നോവലുകളുടെയും എഴുത്തുകാരിയായിട്ടുള്ള തത്സുഗി പ്രവചിച്ചത്. ഇതിനുശേഷം സുനാമിയും കോവിഡുമൊക്കെ കൃത്യസമയത്ത് തന്നെ അവർ പ്രവചിച്ചിരുന്നു എന്ന തരത്തിലേക്ക് അവരെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ വലിയ അവകാശവാദങ്ങളുമായി രംഗത്ത് വരുന്നു. മാത്രമല്ല, അവരെ പ്രതികൂലിക്കുന്ന ആളുകൾ ഇതിലൊന്നും ശാസ്ത്രീയപരമായി യാതൊരു അടിത്തറയുമില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്തായാലും 2011 സുനാമിയെക്കുറിച്ച് അവർ മുമ്പ് നടത്തിയ പ്രവചനം ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നത് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒപ്പം തന്നെ ഈ പ്രവചനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവനും അതിവേഗം പ്രചരിക്കുകയാണ്. എന്തായാലും വതാഷി ഗ മിത മിറായി എന്ന മാംഗയുടെ രചയിതാവായ റിയോ തത്സുഗി എന്ന എഴുത്തുകാരിയാണ് 2011 മാർച്ചിലെ സുനാമിയെക്കുറിച്ച് വളരെ കൃത്യമായി പ്രവചിച്ചത്. അവരുടെ സ്വപ്ന ജേണലുകളെ അടിസ്ഥാനമാക്കിയുള്ള ഈ മാംഗ 1999 ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. 2011 തോഹോക്കു ഭൂകമ്പത്തിനും സുനാമിക്കും ശേഷം 2011 മാർച്ചിലെ വലിയ ദുരന്തം എന്നാണ് പുതിയ മാംഗയുടെ കവർ പേജിൽ അവർ എഴുതിയിരുന്നത്. ഇത് അവരെ കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിച്ചിരുന്നു. 2021 പുറത്തിറക്കിയ മാംഗയുടെ മറ്റൊരു പതിപ്പിൽ 2025 ജൂലൈ 5 മറ്റൊരു വലിയ ദുരന്തമുണ്ടാകുമെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഫിലിപ്പൈൻ കടലിൽ നിന്നുള്ള ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് 2011 സുനാമിയുടെ 3 ഇരട്ടി ഉയരമുള്ള ഒരു തിരമാല വരുമെന്നാണ് ഇതിൽ അവർ കൃത്യമായി പറയുന്നത്. എന്നാൽ ഈ പ്രവചന തീയതി അടുക്കുന്നതോടെ ഈ മാംഗയുടെ വായനക്കാരും സോഷ്യൽ മീഡിയയിലെ അവരുടെ ആരാധകരും മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് വലിയ തോതിൽ സജീവമായി ചർച്ച ചെയ്യുകയാണ്. ഇതൊക്കെ തന്നെയും രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയും കാര്യമായി ബാധിച്ചു എന്ന് തന്നെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഏറെ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയേറിയ രാജ്യമാണ് ജപ്പാൻ. അതിനാൽ ഭൂകമ്പങ്ങളും സുനാമികളും പതിവായതിനാൽ ഇത്തരം പ്രവചനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ ഭീതി വർദ്ധിപ്പിക്കും. എന്തായാലും 2025 ജൂലൈ 5 ഒരു വലിയ സുനാമി തിരമാലകളുടെ 3 ഇരട്ടി വലുപ്പമുള്ള വലിയ ഉയരമുള്ള തിരകളൊക്കെ വരുമെന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോർച്ചുഗീസ് തീരത്ത് കടലിൽ നിന്നൊരു വലിയ തിരമാല കണക്കെ ഭീമാകാരമായ റോൾ ക്ലൗഡ് ആഞ്ഞടിച്ചത്. ഇത് വലിയ തോതിൽ കാഴ്ചക്കാരെ അമ്പരപ്പിച്ചിരുന്നു. ഇത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ഇത് തത്സുഗിയുടെ ഈ ഒരു പ്രവചനവുമായി ഒന്ന് ക്ലബ്ബ് ചെയ്തു പോവുകയാണ്. സ്വാഭാവികമായും അന്താരാഷ്ട്ര മാധ്യമങ്ങളും തത്സുഗിയുടെ അനുയായികളും ആരാധകരുമൊക്കെ. എന്തായാലും ഇത്തരത്തിൽ തത്സുഗിയുടെ ഈ ഒരു പ്രവചനം കൂടി സത്യമായാൽ, സുനാമിക്കും കോവിഡിനും ശേഷം ഈ ഒരു പ്രവചനം കൂടി സത്യമായാൽ, അവർ എഴുതിത്തള്ളാനാകാത്ത ഒരു പ്രവാചക എന്ന തരത്തിലേക്ക് ഇന്ത്യ അല്ലെങ്കിൽ ലോകത്തിൽ അറിയപ്പെടും. പക്ഷേ ഈ തത്സുഗിയുടെ ഇത്തരത്തിലുള്ള ഫാസിനേഷൻസ് മാത്രമാണ് ഇതിന് ശാസ്ത്രീയപരമായി യാതൊരു അടിത്തറയുമില്ല എന്ന് ശാസ്ത്രകാരന്മാരും ശാസ്ത്രജ്ഞരുമൊക്കെ പറയുമ്പോഴും ജപ്പാനിലെ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. തത്സുഗിയുടെ പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ജപ്പാനെ നടുക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പും നടുക്കിയിട്ടുണ്ട്. ഈ 2025 ഇനിയും മണിക്കൂറുകൾ മാത്രം ദൂരത്ത് തത്സുഗിയുടെ പ്രവചനം ജപ്പാനിലോ ഫിലിപ്പീൻസിലോ ഒക്കെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.